ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 73. ഈശോയുടെ കയ്യിൽ കിടന്നുകൊണ്ട് സാവൂൾ എന്ന വൃദ്ധൻ മരിക്കുന്നു. ഈശോ നഗരത്തിലെത്തുന്നു. മാന്യന്മാരും ജനങ്ങളും വന്ന് സ്വാഗതം ചെയ്യുന്നു. തോരണങ്ങൾ കൊണ്ടും മരത്തിൻ്റെ ചില്ലകൾ കൊണ്ടും വീടുകൾ അലങ്കരിച്ചിട്ടുണ്ട്. ഈശോയെ കണ്ട് ആനന്ദം പൂണ്ട് ജനങ്ങൾ ആർത്തു വിളിക്കുന്നു. യൂദാസിൻ്റെ കരയോത്തിലെ ഭവനത്തിലെത്തി. തുറന്ന ഒരു മുറി, അതിനപ്പുറം പൊക്കം കുറഞ്ഞ ഇരിപ്പിടങ്ങൾ ഇട്ടിട്ടുള്ള വിശാലമായ മുറി, കൊത്തുവേല ചെയ്തിട്ടുള്ള മേശ, കസേര മുതലായവയും ഉണ്ട്. സ്ഥലത്തെ പ്രധാന വ്യക്തികൾ ഈശോയോടൊപ്പം ഭവനത്തിൽ പ്രവേശിക്കുന്നു. പ്രായമായ ഒരാൾ ഗംഭീര സ്വരത്തിൽ ഒരു പ്രസംഗം ചെയ്തു. പ്രഭോ, അങ്ങയെ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ കരയോത്ത ദേശം അഭിമാനം കൊള്ളുന്നു. ഇന്ന് ആനന്ദത്തിൻ്റെ ദിവസമാണ്. അങ്ങയെ ഇവിടെ സ്വാഗതം ചെയ്യുന്നതും ഈ നഗരത്തിൽ നിന്നൊരാൾ അങ്ങയുടെ സ്നേഹിതനും സഹായിയുമായി തീരുന്നതും വലിയൊരു ഭാഗ്യമാണ്. കർത്താവും രാജാവുമായ അങ്ങ് സംസാരിച്ചാലും അങ്ങയുടെ വാക്കുകൾ ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെ വചനത്തെ ബഹുമാനിക്കുന്ന ഈ നാട്ടുകാർക്ക് ഞാൻ നന്ദി പറയുന്നു. മനുഷ്യർക്ക് പിതാവായ ദൈവവുമായി ഉണ്ടായിരുന്ന ബന്ധം തകർന്നു പോയിരുന്നു. ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത സമയം ഇതാണ്. അബ്രഹാമിൻ്റെ ദൈവവും തൻ്റെ ജനത്തോട് കരുണ കാണിക്കുന്നവനും അവർക്ക് വാഗ്ദാനം ചെയ്ത രക്ഷകനെ അയച്ചു കൊടുക്കുന്നവനുമായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അങ്ങയുടെ വാക്കുകൾ പ്രവാചകന്റെ വാക്കുകളാണ്. ഞാൻ പ്രാർത്ഥനാലയത്തിൻ്റെ തലവനാണ്. കരയോത്തിലെ ജനം അത്രയും അങ്ങേ കാത്ത് അവിടെ നിൽപ്പുണ്ട്. പ്രാർത്ഥനാലയത്തിൻ്റെ അധിപൻ നിർബന്ധിച്ചു. അവർ പ്രാർത്ഥനാലയത്തിലെത്തി. കരയോത്തിലെ ജനങ്ങളെ, ദൈവവചനമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് വചനത്തിൻ്റെ അതീശത്വം. ഇസ്രായേലിൻ്റെ സുവിശേഷം അറിയിച്ച ശേഷം അത് പിതാവിങ്കലേക്ക് മടങ്ങിപ്പോകും. നിങ്ങളുടെ ഹൃദയവും മനസ്സും സത്യത്തിനായി തുറന്നു കൊടുക്കുവിൻ. അങ്ങനെ തെറ്റുകളിൽ നിന്നും മനസ്സിൻ്റെ ആശങ്കകളിൽ നിന്നും മോചനം നേടൂ. ഞാൻ സമാധാനത്തിൻ്റെ രാജാവാണ്. ഭാവിയുടെ രാജാവ് ഞാനാണ്. ഞാൻ പിറന്നത് ദാവീദിൻ്റെ ഗോത്രത്തിലാണ്. ദൈവം ഒരാളെ മാത്രം തിരഞ്ഞെടുത്തു, എൻ്റെ മകനെ. അവന് ചെയ്തു തീർക്കുവാനുള്ള ജോലി വളരെ വലുതാണ്. കെട്ടിടം പണിയാനുള്ള സാധന സാമഗ്രികൾ സംഭരിച്ചു കഴിഞ്ഞു. പരസ്നേഹമാകുന്ന സ്വർണവും ചെമ്പും വെള്ളിയും ഇരുമ്പും അപൂർവ മരങ്ങളും വിലപ്പെട്ട കല്ലുകളും ഇതെല്ലാം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഭവനം പണിതുയർത്തുന്നു. എന്നാൽ മനുഷ്യൻ സഹകരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശ്രമം വിഫലമാണ്. ദൈവം സ്വർണം കൊണ്ടുവരുന്നിടത്ത് മനുഷ്യരും സ്വർണം കൊണ്ടുവരണം. അതായത് സ്നേഹിക്കുന്നിടത്ത് സ്നേഹവും, പരിശുദ്ധിക്ക് വേണ്ടി ആത്മസംയമനവും, വിശ്വസ്തത പാലിക്കാൻ വേണ്ടി സ്ഥിരോത്സാഹവും, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശക്തിയും വേണം. ഇന്ന് ഒരു ദാനപ്രവൃത്തി ചെയ്യുക, നാളെ ഒരു നന്മ പ്രവൃത്തി. ഇങ്ങനെയാണ് ഈ ഭവനം നിർമ്മിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിരന്തരം പണിതുകൊണ്ടിരിക്കണം. ഈ ജോലി ചെയ്യുന്നതിന് നിങ്ങൾ പരിശുദ്ധരാകണം എന്നാവശ്യപ്പെടുന്നു. അഹങ്കാരം ഉപേക്ഷിക്കുക. ദൈവത്തിന് അവകാശപ്പെട്ടതാണ് സ്തുതി. മാനുഷിക ചിന്തകൾ വെടിയണം. എളിമയോടുകൂടി ഞാൻ പറയുന്നത് ഏറ്റുപറയൂ. പിതാവേ, സമസ്തവും അങ്ങയുടേതാകുന്നു. സത്യത്തിൽ അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവർക്ക് അത്ര ഉന്നതങ്ങളിലേക്ക് മനസ്സിനെ ഉയർത്താനാവുമോ? ആകും. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. അങ്ങേ ഞങ്ങൾ എന്ത് വിളിക്കണം? അങ്ങ് രാജാവല്ല എന്നല്ലേ പറയുന്നത്? എന്നെ ഗുരുവെന്ന് വിളിക്കാം, ഈശോ എന്ന് വിളിക്കാം. ഞാൻ ഗുരുവാണ്, ഈശോയാണ്, രക്ഷകനാണ്. ഒരു വൃദ്ധൻ പറഞ്ഞു, പ്രഭോ, ഞാൻ പറയുന്നത് ദയവായി കേൾക്കണം. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിൽ രക്ഷകൻ പിറന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടു. ഞാനും മറ്റു പലരും അവിടെ പോയി. ഞങ്ങൾ അവിടെ ഒരു ശിശുവിനെ കണ്ടു. അതിനെ കണ്ടാൽ മറ്റു ശിശുക്കളെ പോലെ ഇരിക്കും. എങ്കിലും ഞാൻ അതിനെ വിശ്വാസത്തോടു കൂടി ആരാധിച്ചു. അങ്ങായിരുന്നുവോ ആ ശിശു? ആയിരുന്നു. ആ നവജാത ശിശുവിന് ചുറ്റും നിങ്ങൾ എന്ത് കണ്ടു? ദാരിദ്ര്യം, ശുചിത്വം, സത്യസന്ധത, പരിശുദ്ധി. കുഞ്ഞിൻ്റെ അമ്മ അഴകുള്ളവളും ശാലീനയുമായിരുന്നു. എൻഗേദിലെ റോസാപ്പൂക്കളെക്കാളും കൊട്ടാര വളപ്പിലെ തോട്ടത്തിൽ വളരുന്ന ലില്ലിപ്പൂക്കളെക്കാളും ഐശ്വര്യമുള്ളവളായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എൻ്റെ ഈ കുഞ്ഞിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, അനന്തമായ രാജ്യത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുന്നത് വരെ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. അങ്ങോട്ടുള്ള പ്രയാണത്തിനിടയ്ക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ തേടി വരട്ടെ. എനിക്ക് 84 വയസ്സായി. എൻ്റെ അന്ത്യം അകലെയല്ല.
ദൈവത്തിൻ്റെ അനുഗ്രഹം കണ്ടെത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. എങ്കിലും ഇതാ ഞാൻ അങ്ങയെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി അങ്ങയുടേതല്ലാത്ത വെളിച്ചമൊന്നും എനിക്ക് കാണേണ്ട. ഈ മനോഹരമായ ദേഹം ഒരു പുത്തൻ ഉടുപ്പ് പോലെ അണിഞ്ഞിരിക്കുന്ന അങ്ങയെ ഞാൻ കാണുന്നു. മരണാസന്നനായ ഞാൻ ദൈവത്തിൻ്റെ വെളിച്ചം കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ചെവികൊള്ളുവിൻ. അരൂപിയാൽ പ്രചോദിതനായ ആ വൃദ്ധൻ്റെ ചുറ്റും ജനങ്ങൾ തിങ്ങിക്കൂടി. ഊന്നുവടിയിൽ നിന്ന് കൈവിട്ട് വിറയ്ക്കുന്ന കൈകളും നരച്ച തലയും ഈശോയുടെ നേർക്കുയർത്തി നിന്നു. ഞാൻ അവനെ കാണുന്നു. സ്നേഹം കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനും പിതാവിൽ ഒന്നായിരിക്കുന്നവനുമായവനെ ഞാൻ കാണുന്നു. മോശ അത്യുന്നതനെ കണ്ടതുപോലെയോ നമ്മുടെ ആദിമാതാപിതാക്കൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്തതുപോലെയോ അല്ല. മനുഷ്യരൂപിയായ ഒരാൾ നിത്യപിതാവിങ്കിലേക്ക് ഉയരുന്നത് ഞാൻ കാണുന്നു. തേജോമയമായ മനുഷ്യ ശരീരം, അത് രാജാവാണ്, ലോകം മുഴുവൻ്റെയും രാജാവ്. ലോകത്തിലെ രാജാക്കന്മാരെല്ലാം അവിടുത്തെ മുമ്പിൽ കുമ്പിടുന്നു. എല്ലാ കിരീടവും ചെങ്കോലും അവിടുത്തെ മുമ്പിൽ നിഷ്പ്രഭമാകുന്നു. അവിടുത്തെ ശിരസിൽ ഒരു കിരീടവും കയ്യിലൊരു ചെങ്കോലുമുണ്ട്. അവിടുത്തെ മാറിൽ രത്നങ്ങളും മുത്തുകളും പതിച്ച ഒരു പതക്കമുണ്ട്. അതിൽ നിന്ന് തീജ്വാലകൾ ഒരു ഉലയിൽ നിന്നെന്ന പോലെ പുറത്തേക്ക് വരുന്നു. അവിടുത്തെ കൈപ്പട്ടയിലും ചെരുപ്പിൻ്റെ വാറിലും ചുവന്ന രത്നങ്ങളുണ്ട്. ആ രത്നങ്ങളിൽ നിന്ന് എന്തുമാത്രം പ്രകാശമാണ് പ്രവഹിക്കുന്നത്. ജനതകളെ, നിത്യനായ ഈ രാജാവിനെ കണ്ട് അത്ഭുതപ്പെടുവിൻ. ഞാൻ അങ്ങയോടൊപ്പം ആകാശത്തിലേക്ക് ഉയർന്നു കൊണ്ടിരിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ വെളിച്ചം കൂടുതൽ ഉജ്ജ്വലമാകുന്നു. സ്വന്തം രക്തത്തിൽ കുളിച്ചാണ് രാജാവ് നിൽക്കുന്നത്. തലയിൽ മുള്ളുള്ള ഒരു മുടി ധരിച്ചിരിക്കുന്നു. തലയിൽ നിന്ന് ചോര ഒഴുകുന്നു. ഒരു കുരിശാണ് ചെങ്കോൽ. ആ മനുഷ്യൻ ഇതാ ഇവിടെ. അത് അങ്ങാണ്. അങ്ങ് അർപ്പിക്കാൻ പോകുന്ന ബലിയോർത്ത് അങ്ങയുടെ ദാസനിൽ കരുണ കാട്ടണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കാരുണ്യത്തിന് ഏൽപ്പിച്ചു തരുന്നു. ഇത്രയും നേരം പ്രവചനത്തിൻ്റെ പ്രചോദനം കൊണ്ട് നിവർന്നു നിന്നിരുന്ന മനുഷ്യൻ തളർന്നു വീണു. നിലം പതിക്കുന്നതിന് മുമ്പ് ഈശോ അയാളെ പിടിച്ച് തൻ്റെ മാറിൽ ചേർത്തു. സാവൂളെ, ഈശോ വിളിക്കുന്നു. വേഗം ഇയാളെ പിടിച്ചോളൂ. മരിക്കുന്ന ഈ നീതിമാന് സമാധാനം. ഈശോ കുനിഞ്ഞ് അയാളെ താങ്ങി നിലത്ത് കിടത്തി. ഇയാളുടെ ആത്മാവിന് സമാധാനം. വെളിച്ചം കണ്ടാണ് ഇയാൾ മരിച്ചത്. കർത്താവിൽ മരണമടയുന്നവർക്ക് മരണമില്ല. അവർ പുറത്തേക്ക് പോകുന്നു. ഗുരു, ദൈവത്തിൻ്റെ അരൂപിയിൽ നിവേശിതനായിട്ടാണ് അയാൾ മരിച്ചത്. ഞങ്ങൾ അയാളെ സ്പർശിച്ചു. ഞങ്ങൾ അശുദ്ധരായിട്ടുണ്ടോ? ഉണ്ട്. അങ്ങോ? ഞാനും മറ്റുള്ളവരെ പോലെ തന്നെ. മോശയുടെ നിയമം മാറ്റുന്നില്ല. യൂദാസേ, നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വരുന്നില്ല. ആ വീട് അശുദ്ധമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നഗരത്തിന് സമാധാനം. നമുക്ക് പോകാം.